ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇപ്പം ഈസ്റ്റും കള്ളിൻ്റെയൊക്കെ ചുവ ഇഷ്ടമില്ലാത്തവർ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റായ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പം 3 കപ്പ് പച്ചരി 5 മണിക്കൂർ കുതിർത്ത് നന്നായി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ഒന്നോ രണ്ടോ കപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. 2 കപ്പായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ അതിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. നല്ല നൈസായിട്ട് തന്നെ നമ്മളിത് അരയ്ക്കണം. ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല. ചോറും അരിയും തേങ്ങയും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരയ്ക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ 2-3 ബാച്ചൊക്കെ ആയിട്ട് അരയ്ക്കുമ്പോൾ അത് നന്നായിട്ട് മിക്സായിട്ടൊന്ന് ഗ്രൈൻഡ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അരച്ച മാവ് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 2 ബാച്ചായിട്ട് അരയ്ക്കുന്നത്. ആദ്യത്തെ ബാച്ച് ഞാനിപ്പം നല്ല ഫൈനായിട്ട് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ ബാച്ചും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ സെക്കൻഡ് ബാച്ചും കൂടെ അരച്ചത് ഇപ്പം ആദ്യമായി അരച്ചു വെച്ചാൽ അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി ഒരു കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം ആകാൻ പാടില്ല. പിന്നെ ഒന്ന് അരയ്ക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ നമ്മളിത് അരയ്ക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ 2-3 ബാച്ചൊക്കെ ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന പോലെ ഇതുപോലെ നമ്മളൊരു 2 മിനിറ്റ് മിക്സ് ചെയ്യണം. ഈ മാവിലേക്ക് നമ്മൾ ഈസ്റ്റോ കള്ളോ ഉഴുന്നോ അങ്ങനെ ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കവർ ചെയ്ത് ഓവർനൈറ്റ് റെസ്റ്റ് ആക്കാൻ വെക്കാം. ഇപ്പം പകലൊക്കെ ആണെങ്കിൽ ഒരു 6-7 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ആകാനായിട്ട് വെക്കാം. ഞാനിപ്പം രാത്രിയിലായിരുന്നു മാവൊക്കെ അരച്ച് വെച്ചിരുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ മാവ് തുറന്ന് നോക്കിയപ്പം ഈ ഒരു രീതിയിലുണ്ട്. നന്നായിട്ട് പുളിച്ച് പൊങ്ങൊന്നുമില്ല. അങ്ങനെ തന്നെ നമ്മൾ അരച്ച് വെച്ചതിലും ഒരു കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാകത്തേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് എത്ര വേണോ അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 സ്പൂണ് പഞ്ചസാര നമ്മൾ ചേർക്കുമ്പോൾ 1-2 സ്പൂണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. കുറച്ച് അപ്പത്തിന് സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂണ് വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ കവർ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വേറൊരു ചെറിയ ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് സോഡാപ്പൊടി, നമ്മളിപ്പം അപ്പത്തിനൊക്കെ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ സോഡാപ്പൊടി, ഒരു 1/4 സ്പൂണ് സോഡാപ്പൊടി ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം ഒരു 2 സ്പൂണ് ചൂടുവെള്ളം അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ, ചൂടുവെള്ളം ഒഴിക്കണം. ഒഴിച്ചിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാവിലേക്ക് ഈ സോഡാപ്പൊടിയുടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഇതുപോലെ യോജിപ്പിക്കണം. അപ്പം ആ സോഡാപ്പൊടിയുടെ വെള്ളം നമ്മൾ ചേർത്ത് കഴിയുമ്പോഴത്തേനും മാവ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ഇനി ഇതിനെ കവർ ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കറിയോ ചമ്മന്തിയൊക്കെ റെഡിയാക്കാവുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം ഒരു പാന്, നമ്മുടെ ദോശപ്പാന് ഒന്ന് ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ അതിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 1-1.5 സ്പൂണ് മാവ് ഒഴിച്ചിട്ട് നമ്മളിതുപോലെ ലൈറ്റായിട്ടൊന്ന് ഇതിനെ സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ലപോലെ നമ്മുടെ അപ്പത്തേലൊക്കെ ഇതുപോലെ ഹോൾസ് വീഴും. അത് കഴിയുമ്പം 2 സെക്കൻഡ് മതി കേട്ടോ. 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഹോൾസൊക്കെ ഇങ്ങനെ വീഴും. എന്നിട്ട് ഇത് നമ്മൾ കവർ ചെയ്ത് 1 മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം റെഡിയായിട്ടുണ്ട്. വെള്ളയപ്പം റെഡിയായി. ഇതിന് നമുക്കൊരു ഹോട്ട് ബോക്സിലോ വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം നമ്മുടെ വെള്ളയപ്പം ചുട്ടെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ദോശക്കല്ലിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ, ചൂട് അധികമാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് ബാലൻസ് ചെയ്യണം. അപ്പം നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയോ ചമ്മന്തിയോ സാമ്പാറോ അതോ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസ്റ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു തരി പോലും പുളിയൊന്നും ഉണ്ടാകത്തില്ല, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ കാണാം.